ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് ലോകത്തിനു മുമ്പിൽ സ്വന്തം കഴിവുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യം പണിതുയർത്തിയ ഒരാളാണ് സിദർ വെമ്പു. സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി അസാധാരണമായ ഉയരങ്ങളിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വപ്നം കാണുന്ന ഓരോ യുവാവിനും വലിയ പ്രചോദനമാണ്. തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഗ്രാമത്തിൻ്റെ നാടൻ മണ്ണും ലാളിത്യവും കഷ്ടപ്പാടും അദ്ദേഹത്തിൻ്റെ ജീവിത സൗകര്യത്തിലെ വലിയ അടിത്തറയായി. വലിയ ആഡംബരങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ജീവിതം. പക്ഷേ അദ്ദേഹത്തിനുണ്ടായിരുന്നത് വലിയ സമ്പത്ത്, പഠിക്കാനുള്ള ആഗ്രഹവും മുന്നേറാനുള്ള മനസ്സും. അദ്ദേഹം പഠന ജീവിതം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയി. പിന്നീട് ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൽ പഠിക്കുകയും അതിനുശേഷം അമേരിക്കയിലെ പ്രശസ്തമായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ മികച്ച കഴിവുകളിൽ ഒന്നായിരുന്നു. അമേരിക്കയിൽ നല്ല ജോലി, നല്ല ശമ്പളം, വലിയ ജീവസൗകര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലരും സൗകര്യങ്ങൾ വിട്ടു പോകാൻ പോലും ഒരിക്കലും തയ്യാറാവില്ല. പക്ഷേ സിദർ വെമ്പു വ്യത്യസ്തനായിരുന്നു. സ്വന്തം നാടിനോടും സ്വന്തം മണ്ണിനോടുമുള്ള സ്നേഹം അദ്ദേഹത്തെ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം സ്ഥാപിച്ചതാണ് സോഹോ കോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനി. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റേത്. എന്നാൽ ഈ കമ്പനി ആരംഭിച്ചത് വലിയ പണവുമായല്ല, ചെറിയൊരു സ്വപ്നം, വലിയൊരു ആത്മവിശ്വാസം, അതിനൊപ്പം ഉറച്ച പരിശ്രമവും, ഇത്രയും മാത്രം. സിദർ വെമ്പുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും ലാളിത്യത്തെ തിരഞ്ഞെടുത്തു. കോടീശ്വരനായിട്ടും ഗ്രാമത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. സാധാരണ സൈക്കിളിൽ സഞ്ചരിക്കുന്ന, സാധാരണ ഭക്ഷണം കഴിക്കുന്ന, സാധാരണ മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾ. പണം അദ്ദേഹത്തെ മാറ്റിയില്ല, പകരം അദ്ദേഹം പണത്തിൻ്റെ അർത്ഥം തന്നെ മാറ്റി. അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു കാര്യമാണ്: വിജയം നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്രാമങ്ങളിൽ ഓഫീസുകൾ ആരംഭിച്ചു. ഗ്രാമത്തിലെ കുട്ടികൾക്ക് ജോലി ആരംഭിക്കാനും അവരുടെ ജീവിതം മാറാനും അദ്ദേഹം വഴിയൊരുക്കി. ഇത് ഒരു ബിസിനസ് തീരുമാനം മാത്രമല്ല, ഒരു സാമൂഹിക സേവനമാണ്. സിദർ വെമ്പുവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് വിജയിക്കുവാൻ വലിയ നഗരങ്ങളോ വലിയ പണമോ ആവശ്യമില്ല. ആവശ്യമുള്ളത് വലിയ മനസ്സും വലിയ സ്വപ്നവുമാണ്. പരാജയങ്ങൾ വന്നാലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം വേണം. അദ്ദേഹത്തിൻ്റെ ജീവിതം വിളക്ക് പോലെയാണ്. ഇരുട്ടിൽ വഴി തെറ്റി നിൽക്കുന്നവർക്ക് വഴി കാണിക്കുന്ന ഒരു വിളക്ക്. സാധാരണ ജീവിതത്തിൽ നിന്നും അസാധാരണമായ വിജയത്തിലേക്ക് എത്താം എന്ന് തെളിയിച്ച ജീവനുള്ള ഉദാഹരണം. ഇന്ന് സിദർ വെമ്പു ഒരു വ്യവസായി മാത്രമല്ല, അദ്ദേഹം ഒരു പ്രചോദനമാണ്, ഒരു സ്വപ്നമാണ്, ഒരു പ്രതീക്ഷയാണ്. ഗ്രാമത്തിൽ ജനിച്ച ഒരാൾക്ക് ലോകം കീഴടക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ കഥ നമ്മോട് പറയുന്നത് ലളിതമായ സത്യമാണ്: നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പ്രധാനമല്ല, പക്ഷേ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വപ്നം കാണൂ, കഠിനമായി പരിശ്രമിക്കൂ. ഒരു നാൾ ലോകം നിങ്ങളെയും തിരിച്ചറിയും, സിദർ വെമ്പുവിനെ പോലെ.